ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ശാരി വരികയാണ് പതുക്കെ. എന്നിട്ട് ശാരിയോട് സരയു ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ഇത്രയും നാളും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? മറച്ചു വെക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ? എല്ലാം സഹിക്കല്ലാതെ എനിക്ക് എന്താ വേറൊരു മാർഗം എന്ന് ശാരി ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് സരയു പറയാണ്, നിങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾ എൻ്റെ അമ്മയല്ല, അമ്മയാണെന്ന് നിങ്ങൾ ഇത്രയും നാൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നും പറഞ്ഞങ്ങനെ ദേഷ്യപ്പെടുമ്പോഴും, മോളെ ഇതിനും വലുത് മോൾക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ മോൾ അതും സഹിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇതിലും വലുത് എനിക്ക് എന്ത് വരാനാണ്? എൻ്റെ ഭർത്താവ് അതെൻ്റെ കൂടെ തന്നെയുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, പിന്നെ എനിക്ക് എന്ത് വരാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ നിൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ ഇല്ലാതെ മോളെ, ഞാനൊരു കാര്യം പറയാം, മോളുടെ കയ്യിലുള്ള പൈസയും സ്വർണവും ഒക്കെ മുഴുവനായിട്ട് അവന് കൊടുക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെയും നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ മനസ്സിൽ വല്ലതുണ്ടെങ്കിൽ അങ്ങ് തെളിച്ച് പറയുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സരയു. എനിക്കത് അങ്ങോട്ട് പറയാൻ പറ്റില്ല മോളെ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സരയുവിനെ ഇങ്ങനെയൊന്ന് ചൂട് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് മനോഹർ വരികയാണ്. മനോഹർ വന്നിട്ട് അപ്പോൾ നമ്മുടെ സരയും മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ മനോഹർ വന്നിട്ട് ശാരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോളെ എരിപിരി കയറ്റി വിട്ടുമല്ലേ? നിങ്ങളുടെ മകളല്ലല്ലോ അവള്. അതെ, മര്യാദയ്ക്ക് നിങ്ങൾ അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം പറയും അവളോട് സത്യങ്ങൾ എന്ന് പറയുമ്പോൾ, നീ അവളുടെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി താടാ എന്ന് പറയുന്നുണ്ട്. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതുപോലൊരു കുടുക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങൾ അതിന് ശ്രമിച്ച നിലയ്ക്ക് ഞാൻ എന്തായാലും നിങ്ങൾ അവളുടെ അമ്മയല്ല എന്ന് സത്യം തുറന്നടിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ, നീ എന്നാ ചെന്ന് പറയടാ എന്ന് ശാരി പറയുന്നുണ്ട്. അപ്പോൾ ശാരിയുടെ ആ ഒരു ധൈര്യം കാണുമ്പോൾ മനോഹരൻ ചെറിയൊരു സംശയം, ഇവരെന്താ അനങ്ങാത്തത് എന്നും പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് മുകളിലേക്ക് ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ സരയു ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. സരയുടെ അരികിലെത്തിയിട്ട് മനോഹർ ചോദിക്കുന്നുണ്ട്, എന്താ മോളു, എന്താ ഇവിടെ എന്തെങ്കിലും നടന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ നടന്നായിരുന്നു, നമ്മളൊക്കെ മൂടി വെച്ച സത്യങ്ങളുണ്ടല്ലോ, അതായത് ഞാൻ അറിഞ്ഞിട്ട് മനുവേട്ടൻ അറിഞ്ഞ സത്യം, അവരെൻ്റെ ആ താഴെയുള്ളവൾ എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മ അപ്പുറത്തെ വീട്ടിൽ അവളാണെന്നുള്ള കാര്യം, അത് ഇപ്പോൾ ആ കല്യാണി ആ കിരണും കൂടി വന്നിട്ട് ഇവിടെ വന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്, എനിക്ക് സത്യങ്ങൾ അറിയാമെങ്കിലും അതിപ്പോൾ തുറന്ന് പറഞ്ഞ് എന്നെ കരിവാരി തേച്ചിട്ടാണ് അവർ പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനോഹർ ചോദിക്കുകയാണ്, അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതേ കാരണമുണ്ട്, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയായിരുന്നു, അവിടെ ആളുമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അവിടെ ആ ദീപ എന്ന് പറയുന്നവരും പിന്നെ മറ്റവളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കണ്ണു വെട്ടിച്ച് ഞാൻ അവിടെ എത്തിയായിരുന്നു. എന്തിനാ നീ അവിടേക്ക് പോയത് എന്ന് നമ്മുടെ മനോഹർ ചോദിക്കുമ്പോൾ, കൊല്ലാൻ. അപ്പോൾ ആരെ കൊല്ലാൻ? ആരെയെന്നാ? അവളെ കൊല്ലണം, അതെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ പൊന്നോമന പുത്രനുണ്ടല്ലോ കല്ലു എന്ന് പറയുന്നത്, അതിനെ കൊല്ലാൻ വേണ്ടി, അവരുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. അപ്പം മനോഹർ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തിനാ മോളെ നീ അങ്ങോട്ട് പോയത്? എന്തിനാ അതിനൊക്കെ മുതിർന്നത്? ഞാൻ ജീവിതത്തിൽ ഒന്നുമല്ലാതായി തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ജീവിതം തോറ്റു തുന്നമ്പാടി, എനിക്കിപ്പോൾ മാനസിക നില തെറ്റിയതുപോലെയാണ്. മനുവേട്ടനെ പറ്റിയും പലരും പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ അവിടേക്ക് പോയത്. അതുകൊണ്ട് എന്നെ ഇവിടെത്തെ ഒരാൾ കുറേ നാൾ ഭ്രാന്താശുപത്രിയിലല്ലായിരുന്നു, ഇപ്പം എന്നെയും കൂടി ഭ്രാന്താശുപത്രിയിൽ ഇടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മനോഹർ പറയാണ്, മോൾ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ പെട്ടെന്ന് തന്നെ സരയു അവൻ്റെ ഷർട്ടിന് കുത്തനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മനുവേട്ടനും എന്നെ ചതിക്കുന്നുണ്ട്, സത്യം പറയുമെന്ന് പറയാണ്. അപ്പം പറഞ്ഞു, എന്താ മോളെ ഇതൊക്കെ? നീ വിട്, നീ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് നീ എന്നെ സംശയിക്കല്ലേ എന്ന് പറയുമ്പോൾ, മനുവേട്ടൻ മാത്രമേ എനിക്ക് ആകെയുള്ളൊരു ആശ്രയമുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ. മോൾക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാലും ഞാൻ മോളെ കൈവിടില്ല, ഞാൻ മോളെ ചേർത്ത് പിടിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ അത് കേൾക്കുമ്പോൾ സരയുവിന് ഒരുപാട് സന്തോഷമാണ്. സരയു മനോഹറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം, ഇതൊരു വല്ലാത്തൊരു കുരുക്കിലാണ് ഞാൻ വന്ന് വീണിട്ടുള്ളത്, അത് പെട്ടെന്ന് രക്ഷപ്പെട്ടില്ല ചിലപ്പോൾ ഇവളെന്നെ കൊല്ലും ഇവൾക്ക് ഭ്രാന്ത് കയറി എന്നെ കൊല്ലും എന്നൊക്കെ മനസ്സിൽ കരുതുകയാണ്. എന്തായാലും ഇതിനിടയിലാണെങ്കിലും നമ്മുടെ മനോഹർ താഴോട്ട് വീണ്ടും വരികയാണ് ശാരിയുടെ അരികിലേക്ക്. അപ്പം ശാരിയോട് പറയുന്നുണ്ട്, അത് ശരി, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്, അതാണല്ലേ നിങ്ങൾ ഇത്ര ധൈര്യത്തിൽ നിന്നത് എന്ന് ചോദിക്കണം. നീ എൻ്റെ മകളുടെ ജീവിതത്തിൽ ഒന്ന് പോയി താടാ എന്ന് പറയുന്നുണ്ട്. അപ്പം അതെ, പോവാൻ തന്നെയാണ് പോകുന്നത്, ഞാൻ പോവാനല്ലേ പോയത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു പെൺകുട്ടിയെ ഞാൻ വളച്ചെടുത്ത് അവളെ കല്യാണം കഴിക്കാൻ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കും അറിഞ്ഞില്ലേ? നിങ്ങളും കൂടി കാഴ്ചക്കാരല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശാരി പറയുന്നുണ്ട്, അതെ, കല്യാണി എനിക്ക് ദേഷ്യം തന്നെയാണ്, പക്ഷേ
ആ ഒരു കാര്യത്തിൽ അവളും അവളുടെ കൂട്ടുകാരികളും ചേർന്നതിനൊക്കെ തന്ന പണിയുണ്ടല്ലോ, അത് എനിക്ക് സന്തോഷം തന്നെയാണ്. ഞാൻ അവളെ അതിൽ അഭിനന്ദിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ഇത്തിരി പ്രയാസപ്പെടും. 2 കോടിയാണ് എനിക്ക് തരാമെന്ന് നിങ്ങളുടെ ഭർത്താവ് അവസാനം പറഞ്ഞ വാക്ക്. എന്നിട്ട് ആ 2 കോടി എനിക്ക് തന്നില്ലല്ലോ. എടാ, നീ എൻ്റെ മോളുടെ പേരിലുള്ള ആ സ്വർണം പണമൊക്കെ നീ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്കൊരു സംശയം. നീ അതൊക്കെ അവൾക്ക് തിരിച്ചു കൊടുക്കടാ. അവൾക്കും അവളുടെ കുഞ്ഞിനും ജീവിക്കാൻ അതേ ഉള്ളട ഒരു മാർഗം എന്ന് പറയുമ്പോൾ, അതെ 2 കോടി പോലും അത് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും തിരിച്ചു കൊടുക്കാനും പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ശാരിയും മനോഹറും ചേർന്ന് അവിടെ ഒരു തർക്കം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണെയാണ്. കിരൺ അപ്പുറത്തെ വീട്ടിൽ നിന്നുകൊണ്ട്, അതായത് അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് ജനൽ വഴി എത്തി നോക്കുകയാണ്. കല്യാണി ആ കാഴ്ച കണ്ടുകൊണ്ട് വരുന്നുണ്ട്. എന്താ കിരണേട്ട എങ്ങനെ നോക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ അവളിപ്പോൾ ആകെ ദേഷ്യം പിടിച്ച് നടക്കുകയാണ്. അവളുടെ അമ്മയല്ല എന്ന സത്യം ഞാൻ തുറന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ അതുകൊണ്ടാണ് അവൾ എല്ലാ രീതിയിലും ജീവിതത്തിൽ തോറ്റു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൾ നമ്മളെ കുഞ്ഞിനെ കൊല്ലാൻ വന്നത്. ഇനിയും അവൾ വരും, നിന്നെയും നമ്മുടെ കുഞ്ഞുമാണ് അവളുടെ ലക്ഷ്യം എന്നിങ്ങനെ പറയുമ്പോൾ, അതൊന്നും പറയാൻ പറ്റില്ല കിരണേട്ടാ. അങ്ങനെയാണെങ്കിൽ തളർന്നു കിടക്കുകയാണെന്ന് കരുതിയ കിരണേട്ടൻ്റെ കഴുത്ത് ഞെരിക്കാൻ അവൾ നോക്കിയില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും അവളുടെ ശത്രു തന്നെയാണ്. എന്തായാലും അവളെ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഗംഗപ്രസാദിനെ പേടിക്കുന്നതിലും കൂടുതൽ കിരണേട്ടൻ അവളെ പേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് ആദ്യമേ അറിയാം. അവൾ അങ്ങനെ ഒരു ജീവിയാണ്, അവൾ അങ്ങനെ ഒരു ജന്തുവാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. കല്യമോൻ്റെ അരികിലെ അമ്മയോടും താരയാൻറ്റിയോടും മാറരുതെന്ന് പറയണം. ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണം. എന്തായാലും നമ്മുടെ സരയു ആണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് ഒരാളെ വിളിക്കുകയാണ്. ആൾ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് നിർത്തി ഹലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, ബാങ്കിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ അക്കൗണ്ടിൽ നിന്ന് ചെയ്തല്ലോ മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലേക്കല്ലേ എല്ലാ പൈസയും ട്രാൻസ്ഫർ ചെയ്തത്. മേഡം സമ്മതിച്ചിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അതെ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. അതല്ല ചോദിച്ചത്, ഈ മനുവേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ ഇപ്പോൾ അവിടെ തന്നെ കിടപ്പുണ്ടോ എന്നറിയാനാണ് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡം, അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മേഡത്തിൻ്റെ ഭർത്താവ് മിനിമം ബാലൻസ് അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തു കൊണ്ടുപോയല്ലോ. എന്നാ അത് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ, പലപ്പോഴായിട്ട് അത് എടുത്തിട്ടുണ്ട് മേഡം എന്നിങ്ങനെ പറയുമ്പോൾ സരു എന്തായാലും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ശരി മേഡം എന്നും പറഞ്ഞ് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ എൻക്വയറി നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് സരയു മനോഹറിനെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനാണ്. പ്രകാശൻ അമ്പലനടയിൽ വന്നിരിക്കുകയാണ്, ഭിക്ഷക്കാരുടെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട്. ഭിക്ഷക്കാരോട് പറയാണ്, അതെ എനിക്ക് 3 പെൺമക്കളാണ്, അവർ 2 പേരും നല്ല നിലയിലാണ്, അവർക്ക് പിന്നെ 2 പേരുടെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ എന്തിനാ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, അവർ കല്യാണം കഴിഞ്ഞ് കുടുംബക്കായിട്ട് ജീവിക്കുന്നവരല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രകാശൻ. അതെ, എന്നെ ഇപ്പോൾ അവരിവിടെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല, എൻ്റെ പെൺമക്കൾക്ക് സഹിക്കില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഭിക്ഷ എടുക്കുക തന്നെയാണ്. ഒരു വയ്യാത്ത കാല് നീട്ടി വെച്ച് വടിയും പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കാറിൽ വന്നിറങ്ങുകയാണ് ലക്ഷ്മി അമ്മയും അതുപോലെ നമ്മുടെ കാർത്തികയും കൂടിയിട്ട്. അങ്ങനെ അവർ ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പം ലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാർത്തിക. അങ്ങനെ നേരെ പ്രകാശിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പ്രകാശൻ അപ്പോഴായിരിക്കും കാണുന്നത്, മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ 2 പേരും നിൽക്കുന്നത്. നീ ഇവിടെയാണോ ഇരിക്കുന്നത്? ഇവരുടെ ഇടയിൽ നീ ഇരുന്ന് ഇവരെയും കൂടി നീ ഇല്ലാതാക്കും, നീ ഇവിടെ പോലും ഇരിക്കാൻ യോഗ്യനില്ലടാ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ എന്തായാലും പ്രകാശനെ കുത്തി നോവിക്കുകയാണ്. നിന്റെ പെൺമക്കളെ നീ തള്ളിക്കളഞ്ഞു, നിന്റെ രാജകുമാരൻ എവിടെയടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിക പറയാണ്, രാജകുമാരൻ ജയിലിലല്ലേ ഇപ്പോൾ, പിന്നെ എങ്ങനെയാണ് ഇയാളെ സഹായിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രകാശനെ കുത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഒരു 100 രൂപ എടുത്തിട്ട് പ്രകാശന്റെ മുഖത്തേക്ക് നമ്മുടെ ലക്ഷ്മി അമ്മ വലിച്ചെറിയുന്നുണ്ട്. അതെന്തായാലും നാളത്തെ എപ്പിസോഡിലാണ് കാണാൻ സാധിക്കുക. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്